ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, 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 ദൈവനാമത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താഴ്ചയും രക്തത്താഴ്ചയും രക്തത്താഴ്ചയും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ റോസ് ഫാമിലി ലൈവിൽ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുവാൻ അടിയൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇതിന് അഡ്മിനായിരിക്കുന്ന റോസ്ലിൻ സിസ്റ്റർ, തൻ്റെ കുടുംബം, തൻ്റെ ശുശ്രൂഷ മേഖലകൾ, ജോലി മേഖലകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനോടൊപ്പം ഇതിന് അഡ്മിനായിരിക്കുന്ന എല്ലാ കർത്തദാസിമാർക്കും ദൈവദാസന്മാർക്കും എൻ്റെ എളിയദാസൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. നമുക്ക് ഒരു രാത്രിയും കൂടി ഒരു പകലും കൂടി നമ്മൾ കടന്നുപോയി. നമ്മൾ ആയിരുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മളെ പരിപാലിച്ചു. ഈ രാത്രിയിൽ അല്പസമയം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഈ ലൈവിൽ വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ വിനീതമായ ക്രിസ്തീയ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. നമുക്ക് സമയം വളരെ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഒരു ആലോചന നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധി നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ആയിരിക്കുന്നിടത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നല്ലത് മനോഹരമായ നിമിഷത്തിനായി സ്തോത്രം. കർത്താവെ, ഈ ഫേസ്ബുക്ക് ലൈവിൽ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ വചനം അറിയിക്കുവാൻ അടിയന് അനുവദിച്ച നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയൻ പറയാൻ പോകുന്ന വചനത്തെ കർത്താവ് ശുദ്ധീകരിക്കണം, ദൈവശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു പൊരുളുമില്ലാതെ മറയില്ലാതെ ദൈവത്തിന്റെ വചനം സുവിശേഷം അറിയിക്കുവാൻ അടിയനെ ശക്തീകരിക്കണം. അടിയന്റെ നാവിനോട് കൂടെ ഇരിക്കണം. കർത്താവെ, ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇത് അവരുടെ ജീവിതത്തിൽ ഒരു പുത്തനൊരു അനുഭവമായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. കർത്താവെ, അത്ഭുതങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നെറ്റ്വർക്ക് കർത്താവെ, എല്ലാ കർത്താവെ സാങ്കേതികമായ സകല മേഖലകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളെ വന്ദനം പറഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. പഴയ നിയമ പുസ്തകത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 31:15, അതും മത്തായിയുടെ സുവിശേഷം 2:17 ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. കയ്യിൽ വചനം എടുക്കാൻ സാഹചര്യമുള്ളവരെല്ലാം വചനം എടുത്ത് വായിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് പറയട്ടെ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31:15 ഇങ്ങനെ വായിക്കുന്നു. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയും. അവർ ഇല്ലായ്കയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 2:17 ഇങ്ങനെ വായിക്കുന്നു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു, അവർ ഇല്ലായ്കയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. എൻ്റെ ഹൃദയത്തിൽ ഈ വചനം നമുക്ക് ശാന്തമായി നമുക്ക് ചിന്തിക്കാം. എൻ്റെ ഹൃദയത്തിൽ ദൈവം ഈ വചനം തന്നപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരുവാനിടയായി. ഇന്ന് ഏതൊക്കെയോ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പ്, അതായത് ഒരു ഉറപ്പ് ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ആർക്കൊക്കെയോ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലായിരിക്കാം, നിങ്ങളുടെ ജോലി മേഖലകളിലായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് ദൈവത്തോട് കരയുന്ന ചില വിഷയങ്ങളിൽ ഒരു ഉറപ്പ് കിട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശാന്തമായ രീതിയിൽ നിങ്ങളോട് ഇടപെടും
വാഴ്ത്തപ്പെടുവാൻ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 2:17 ഇങ്ങനെയാണ്: റാമയിൽ ഒരു ശബ്ദം കേട്ട് കരച്ചിലും നിലവിളിയും. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പഴയ നിയമ പുസ്തകം പുതിയ നിയമത്തിലെ ഒരു നിഴല് മാത്രമാണ്. നിഴലെന്ന് പറഞ്ഞാൽ പഴയ നിയമം നമ്മൾ ഒരിക്കലും മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് പുതിയ നിയമത്തിലോട്ട് വരുവാൻ കഴിയില്ല. പഴയ നിയമം എന്ന് പറഞ്ഞാൽ അതിലെ സംഭവങ്ങളും അതിലെ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുന്ന ഒരു വാതിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ക്രമീകരിക്കുവാനും നമ്മളെ ആത്മാവിൽ ഉറപ്പിക്കുവാനുമാണ് ഈ പഴയ നിയമം എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, ഈ 5 പുസ്തകങ്ങളെ തോറ എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, മോശയ്ക്ക് കൊടുത്ത പഞ്ചഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന. എന്നാൽ അതിൽ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, ഉത്തമഗീതം, വിലാപ പുസ്തകം, ഇതെല്ലാം കാവ്യഗ്രന്ഥ പുസ്തകങ്ങളായിട്ട് നമുക്ക് കാണാം. എന്നാൽ അത് കഴിഞ്ഞ് വരുന്നതാണ് യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ഈ 4 പുസ്തകത്തെ പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകത്തിന്റെ ഗണത്തിലാണ് കാണുന്നത്. പ്രവാചക പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചതുപോലെ വേറെ പ്രവാചകന്മാരുണ്ട്, ആമോസ് ഉണ്ട്, അതൊക്കെ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ്. എന്നാൽ യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ ഇവരെ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവാചകനല്ല, യിരെമ്യാ പ്രവാചകനെ പറയുന്നത് അവനൊരു കണ്ണുനീരിന്റെ പ്രവാചകനായിരുന്നു എന്നാണ്. എന്നാൽ അവന്റെ ജനനം മുതലേ അവൻ അവഹേളിക്കപ്പെട്ടു. അതായത് അവൻ ഒരിക്കൽ അവന്റെ മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇങ്ങനെ ജനിക്കുവാനിടയായത്, എന്റെ ജനനം കൊണ്ട് ആർക്ക് പ്രയോജനം, അല്ലെങ്കിൽ എന്റെ ജനനം കൊണ്ട് എന്ത് പ്രത്യേകത എന്ന് അവന്റെ ജനനത്തെ ചൊല്ലി കരയുന്ന ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാവ്. എന്നാൽ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് യിരെമ്യാവിനെ ശക്തമായിട്ടുള്ള നിലയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു. കാരണം അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ലൈവിൽ എന്നെ വാച്ച് ചെയ്യുന്ന ആരുടെയൊക്കെയോ മേൽ ഇതേ കണക്കിലുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട്. എന്ന് വെച്ചാൽ, കർത്താവ്, എന്തിനായിരുന്നു എൻ്റെ ഒരു ജനനം, അല്ലെങ്കിൽ ഞാൻ കരയാൻ വേണ്ടിയാണോ ജനിച്ചത്, അല്ലെങ്കിൽ ഞാൻ കഷ്ടത അനുഭവിക്കാൻ വേണ്ടിയാണോ ജനിച്ചത്? അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ, ഈ ലോകത്ത് ആർക്കും ഇല്ലാത്ത എന്തെങ്കിലും പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഞാൻ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഫേവർ നിങ്ങളുടെ മേലുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പഴയ നിയമത്തിൽ ഇയ്യോബ് എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ ഉണ്ടായിരുന്നു. അതായത് യിരെമ്യാവ് പറയുന്നത്, ഞാൻ ദൈവത്തെക്കുറിച്ച്, യഹോവയെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ അവന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിയിൽ നിൽക്കുന്നത് ഞാൻ കാണും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലും അവൻ സമ്പന്നന്മാരിൽ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ സമ്പന്നനായിരിക്കുമ്പോൾ തന്നെ പിശാച് അവനെ തൊടുവാനിടയായി. അതായത് ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. അതായത് ഇയ്യോബിന്റെ അടുത്ത് പറഞ്ഞ്, അവന് സകല സമ്പന്ന ഉണ്ടായിരുന്നു, അവന് മക്കളുണ്ടായിരുന്നു, കന്നുകാലികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം അവൻ പിശാച് ദൈവസന്നിധിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം തന്നെ പറഞ്ഞു, ഇത്രയും ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി. അന്നേരം പിശാച് പറഞ്ഞു, ഞാൻ അവനെ തൊടാൻ പോകുകയാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലേ, അങ്ങനെ പറയാനിടയായി. പക്ഷെ ഞാൻ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം, അവന് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ കൊടുക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഏതൊക്കെയോ ഭവനങ്ങളുടെ ഉള്ളറയിൽ ഇതേ അവസ്ഥയിൽ ഇരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളെ ആത്മാവിൽ ഞാൻ ദർശിക്കുവാൻ ഇടയാകുന്നു. അതായത് ഇവിടെ വിളിച്ചു പറയുന്ന ശബ്ദം ഇതാണ്: റാമയിൽ ഒരു ശബ്ദം, കരച്ചിലും വലിയ നിലവിളിയും, റാഹേൽ മക്കളെ ചൊല്ലി കരയും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പഴയ നിയമ പുസ്തകം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുവാനുള്ള ഒരു നിഴലാണ്. അതായത് 400 വർഷം നമ്മൾ വായിച്ചു നിർത്തുമ്പോൾ മലാക്കി എന്ന് പറയുന്ന ഒരു പുസ്തകത്തോടെ പഴയ നിയമം അവസാനിക്കുകയാണ്. എന്നാൽ ഈ 400 വർഷങ്ങൾ ഒരു നിശ്ചലമായ ഒരു സമയമായിരുന്നു. അതിനെ വേദപഠിതാക്കൾ ഇങ്ങനെ പറയും, അതിനെ ഇന്റർടെസ്റ്റ്മെന്റ് പീരീഡ് അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിലും ഒരു ഇരുണ്ട കാലഘട്ടം മുമ്പിൽ ഇല്ലായിരുന്നു. നമ്മൾ ആർക്കും വേണ്ടാത്ത കാലഘട്ടം, അതായത് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കാൻ ഇടയാകത്തില്ല, ദൈവത്തിൽ നിന്നൊരു ആലോചനയും കേൾക്കുവാൻ ഇടയാകത്തില്ല. ദൈവം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ദൈവഭക്തന്മാരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ കൂടി അവർ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ യിരെമ്യാവ് പറയുന്നത്, യിരെമ്യാവിന്റെ അടുത്ത് ദൈവം പറഞ്ഞ്, നീ ഇറങ്ങിച്ചെല്ലുക, ഇറങ്ങിച്ചെന്ന് ഞാൻ നിന്നെ കാണിച്ചിരിക്കുന്ന കുശവന്റെ ആലയിലേക്ക് പോകുക, അവിടെ വെച്ച് ഞാൻ
ഞാൻ നിന്നോട് സംസാരിക്കും. അതായത് ഇസ്രായേലിനോട് സംസാരിക്കാനുള്ള ഞാൻ നിന്നോട് സംസാരിക്കും. പ്രിയ ദൈവമക്കളെ, അവൻ അവിടെ ഇറങ്ങിച്ചെന്ന സമയത്ത് അവിടെ മണ്ണിന്മേൽ പണിയുന്ന അല്ലെങ്കിൽ അതിനെ രൂപപ്പെടുത്തുന്ന ഒരു കുശവനെ കാണുവാനിടയായി. ഈ കുശവന്റെ അടുത്ത് ദൈവത്തിന്റെ യഹോവയുടെ ആത്മാവ് യിരെമ്യാവിനോട് പറഞ്ഞ ഇങ്ങനെയാണ്: ആ കളിമണ്ണ് അവന്റെ കയ്യിൽ കേടാവുമ്പോൾ, ചീത്തയാവുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ മെടഞ്ഞെടുക്കുവാൻ പറ്റുമല്ലോ, ഇതുപോലെ ഇസ്രായേലിനെയും എനിക്ക് രൂപപ്പെടുത്താൻ പറ്റും എന്നാണ് യഹോവയുടെ ആത്മാവ് പറഞ്ഞത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ വചനം വായിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും നമ്മൾ ഈ പ്രസംഗങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്തുവാൻ പറ്റും. ആരുടെയെങ്കിലും ജീവിതം എവിടെങ്കിലും വെച്ച് തളർന്നുപോയി അല്ലെങ്കിൽ തകർന്നു പോയെന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, ഈ യിരെമ്യാവിന്റെ അടുത്ത് ഇടപെട്ട അതേ ആത്മാവ്, അതേ ദൈവശക്തി ഇന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചില സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ഈ യിരെമ്യാവിനോട് പറഞ്ഞ ഒരു ദൂതാണ് റാമയിൽ ഒരു ശബ്ദം, കരച്ചിലും വലിയ നിലവിളിയും. ഇത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചാണ് പറയാനിടയായത്. ഞാൻ പറയട്ടെ, നമ്മുടെ യേശുക്രിസ്തുവിന്റെ ജനനമല്ലാതെ ഇങ്ങനൊരു ജനനം പ്രവചിച്ചതുപോലെ ജനിച്ച് എഴുതി വെച്ചിരുന്നത് ഒരു അക്ഷരം പോലും തെറ്റാതെ, ഒരു ദേശം പോലും തെറ്റാതെ കറക്റ്റ് ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം തന്നെയാണ്, ദൈവം മാത്രമാണ്. യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: തത്വത്തിന്റെ മുദ്രയും അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും, അതായത് പിതാവായ ദൈവത്തോട് സമനായവൻ, പുത്രനായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒത്തിരി രക്ഷകന്മാരൊന്നും ഇല്ല കേട്ടോ, ഒറ്റയൊരു രക്ഷകനേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ ദൂത് എടുക്കാനുള്ള കാരണം ഇതാണ്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം ഏതൊക്കെയോ വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കും. നിന്നെ കൊണ്ട് ആർക്കും ഗുണമില്ലെന്നും നീ നിന്റെ ഭവനത്തിൽ ഏറ്റവും തിരസ്കരിക്കപ്പെട്ടവനാണെന്ന് നിനക്ക് തോന്നിയാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടൊരു ആലോചന വിളിച്ചു പറയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ ഏതൊക്കെ കുടുംബങ്ങളുടെ മേൽ ദൈവസാന്നിധ്യം ചലിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണമായ ദൈവസാന്നിധ്യം കർത്താവേ ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കുവാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. ശബദന ഹതുരഘടകമനഘടകം അർത്ഥന പ്രഭജല രഗദൽഖമാനിയ വർദ്ധര ജഗൽഘടകസിയാലഘടകം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി നിങ്ങളെ വിടുവിക്കുവാൻ ഈ ദൈവശക്തിക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം. ചിലപ്പോൾ നിന്നെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ നീ ജോലി ചെയ്യുന്നിടത്ത് നീ ഒരു അധികപ്പറ്റായിരിക്കും. എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ രൂപാന്തരപ്പെടുത്തി ഒരു പ്രവാചക അഭിഷേകത്തോടെ നിന്നെ വെളിയിലെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ആലോചന വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവിടമായിരുന്നു. അതായത് യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയയുടെ മുമ്പിൽ ഒരു ഗബ്രിയേൽ ദൂതൻ വന്നു പറഞ്ഞ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അന്നേരം അതുവരെ ആ ദേശത്ത് അല്ലെങ്കിൽ അവിടെ ഇങ്ങനൊരു വന്ദന സ്വരം അവൾ കേട്ടിട്ടില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ വാർത്ത ഇടുമ്പോൾ പല ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, പല സന്ദേശങ്ങളാണ് കേൾക്കുന്നത്. നോക്കിയാൽ മരണം, ആത്മഹത്യ, കൊലപാതകം, പീഡനങ്ങൾ, അങ്ങനെ പല ശബ്ദങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഏത് കാതിനെ കുളിർമ കൊള്ളിക്കുന്ന, ഏത് കാതിന് ഇമ്പസ്വരമായിട്ടുള്ള ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് നമ്മുടെ സുവിശേഷം മാത്രമാണ്. ഈ സുവിശേഷത്തിന് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ പറ്റും. അങ്ങനെയെങ്കിൽ എത്ര ഉടഞ്ഞവനാണെങ്കിലും, അതായത് ആഫ്രിക്ക നമുക്കറിയാമല്ലോ, ആഫ്രിക്കയിൽ നരഭോജികളായവരെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയത് എന്തെന്നറിയാമോ? ഒരു കാലഘട്ടത്തിൽ ഒരു തത്വശ്വാസങ്ങളും അല്ല, ഒരു ഇസങ്ങളുമല്ല, ഒന്നുമല്ല, അവരുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും ക്രിസ്തു ജനിക്കുവാനിടയാകണം. ആരെങ്കിലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ, യേശുവിനെ സ്വന്തം കർത്താവും രക്ഷകനുമായിട്ട് ആരെങ്കിലും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, സകല മനുഷ്യർക്കും വെളിപ്പെടുവാനുള്ള രക്ഷയെക്കുറിച്ചാണ് ഞാൻ വിളിച്ചു പറയുന്നത്. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഈ ഉലകത്തിൽ പല ആൾക്കാർ വന്നിട്ടുണ്ട്, പലർ വന്നിട്ടുണ്ട്, പല പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, പണമുള്ളവർ വന്നിട്ടുണ്ട്, അങ്ങനെ പലരും വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ അവർ മരണത്തോളം അസ്തമിച്ചു പോയി. എന്നാൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ മുമ്പിൽ വലതുഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്ന ഏക വ്യക്തി ഉണ്ടെങ്കിൽ, ഏക
നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമം ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ എല്ലാ മുഴങ്കാലും യേശുവിന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും യേശു മാത്രം കർത്താവെന്ന്. ഞാൻ ആരാധിക്കുന്ന, നിങ്ങളും ഞാനും ആരാധിക്കുന്നത് ഒരു സാധാ ദൈവത്തെ അല്ല, ഒരു സാധാ വ്യക്തിയല്ല. ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയവൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ അവന്റെ പേരാണ് നസ്രയനായ യേശു. കാലത്തിന്റെ യവനികളിൽ മറഞ്ഞുപോയ ഒരു നാമമല്ല. ഇന്നും യെരൂശലേമിൽ തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറയേ ഉള്ളൂ, അത് യേശുവിന്റെ കല്ലറയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് വിളിച്ചു പറയാം, ഈ കർത്താവിന്റെ അടുത്താ നിങ്ങൾ വന്നെങ്കിൽ, നിങ്ങളുടെ ദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ എത്ര ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിലും, ആർക്കും നിങ്ങളെക്കുറിച്ച് ഒരു വിലയുമില്ലെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു ദൈവശക്തം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, തക്ക സമയത്ത് നിറവേറുവാനുള്ള വാക്ക് നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ യേശുവിന്റെ ജനനത്തോട് അനുബന്ധിച്ച് മറിയയുടെ അടുത്ത് ദൂത് പറഞ്ഞപ്പോൾ മറിയ ആദ്യം വിചാരിച്ചു, അല്ലെങ്കിൽ ദൂതനടുത്ത് വിചാരിച്ചു ഇതെങ്ങനെ സംഭവിക്കും. അപ്പം ദൂതൻ പറഞ്ഞ്, മച്ചിയായിരുന്ന എലിസബത്തിന് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പ്രിയ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങളോട് എനിക്ക് വിളിച്ചു പറയാൻ ഒരു ദൂതുണ്ട്. നമ്മുടെ ദൈവത്തിൽ ഒരു കാര്യവും അസാധ്യമില്ല. മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ജീവനോടെ വെളിയിൽ കൊണ്ടുവന്ന ഒരു നാമം ഉണ്ടെങ്കിൽ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അത് ഞാനും നീയും ആരാധിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, ലാസർ മരിച്ചു കഴിഞ്ഞു. ബഥാനിയയിൽ യേശു ക്രിസ്തു പോകുന്നവര്, യേശുവിന് സ്നേഹമുള്ള അല്ലെങ്കിൽ കരുതലുള്ള, ദൈവം അവിടെ ചെല്ലുന്ന ഒരു ഭവനമായിരുന്നു ബഥാനിയയിലെ ലാസറിന്റെ ഭവനം. ആ ലാസറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിലും ഒരു മരണം കടന്നു വരുവാനിടയായി. ഞാൻ പറയട്ടെ, കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരിക്കലും മരണം കടന്നു വരത്തില്ലേ എന്ന് ചോദിച്ചാൽ മരണം കടന്നു വരും. അതുപോലെ വിലാപമുള്ള അവസ്ഥകൾ കടന്നു വരും. എന്നാൽ ആ വിലാപ അവസ്ഥയും സന്തോഷമാക്കുവാൻ പറ്റുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് കേട്ടോ. ഈ ലാസറിന്റെ ഭവനത്തിലും ആ 2 സഹോദരിമാരുണ്ടായിരുന്നു. 2 സഹോദരിമാർക്കും ഒരു ആങ്ങള മാത്രമേ ഉള്ളായിരുന്നു, അത് ലാസർ ആയിരുന്നു. എന്നാൽ ലാസർ വീരം പിടിച്ച് മരിക്കാറായ സമയമായി. എന്നാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ കൂടെയുള്ള ആ ദേശക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയില്ലേ, യേശു എന്ന് പറയുന്ന ഒരു പ്രവാചകനില്ലേ, അവനോട് പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവൻ മരിക്കയില്ലായിരുന്നല്ലോ എന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ലാസറിന് ദീനം കൂടിക്കിടന്ന സമയത്ത് പോലും ഈ യേശു എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് അവിടെ വരുവാനിടയായില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ വൈകുന്നെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ ഭവനത്തിൽ ദൈവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അത് നാറ്റം വെക്കുന്ന അവസ്ഥ വന്നാലും അതിനെ ജീവനോടെ വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഈ ലാസർ മരിക്കുവാനിടയായി. മരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു മടങ്ങി വന്നത്. ഞാൻ പറയട്ടെ, 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ ഈ ദിവസങ്ങളും കാലങ്ങളും അവർക്ക് വലിയൊരു ദിവസം തന്നെയാണ്. 3 ദിവസം, 4 ദിവസം, 7 ദിവസം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയൊരു ദിവസങ്ങൾ തന്നെയാണ്. എന്നാൽ 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറയും ലാസർ മരിച്ചിട്ട് അവൻ മരിച്ചു കാണത്തില്ല, അവൻ പകുതി മരണത്തോടെ ആസ്വദിച്ച് കിടന്നെയാണ്, മരണത്തോടെ വന്നു കിടന്നെയാണെന്ന് അവർ വിചാരിച്ചു കാണും. എന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു കടന്നു വന്നത്. യേശുവിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായ അത്ഭുതമായി, അതൊരു അത്ഭുതത്തിന്റെ വാർത്തയായിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ലൈവിൽ നിങ്ങൾ എന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും നാറ്റം വെച്ച അവസ്ഥകളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിന്റെ കർത്താവിനെ ഒന്ന് വിളിച്ചാൽ മതി. അവൻ കല്ലറയുടെ മുൻപിൽ വന്ന് അവൻ കരയുകയല്ല, അവൻ അവിടെ അധികാരം വെളിപ്പെടുത്തുവാൻ ഇടയാകും. യേശുവിന്റെ അധികാരം ഇങ്ങനെയാണ്. യേശു കല്ലറയുടെ അവിടെ വന്നിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായി. പിതാവേ, ഞാൻ എന്ത് നിന്നോട് അപേക്ഷിച്ചാലും നീ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് യേശു പ്രാർത്ഥിക്കുവാനിടയായി. യേശുവിന്റെ ഒരു മാനുഷിക രീതിയിൽ യേശു മനുഷ്യനാണെന്നുള്ള ഒരു അടയാളമാണ് യേശു കല്ലറയുടെ മുമ്പിൽ വന്ന് കരയാനിടയായത്. നമ്മൾ വചനം വായിക്കുവാൻ നമുക്ക് മനസ്സിലാവും യേശു കണ്ണുനീർ വാർത്തുവെന്ന്. ഞാൻ പറയട്ടെ, എല്ലാ മതത്തിലും പല ദൈവങ്ങളും പല ദേവന്മാരും വന്നിട്ടുണ്ട്. മനുഷ്യർ ആരാധിച്ച പല ദേവന്മാരും അവർ സംഹരിക്കാനും അല്ലെങ്കിൽ യുദ്ധം ജയിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ വെളിപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തു എങ്ങനെയാണ്? മരിച്ചവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരോട് കരയുവാനിടയായി. ആ കണ്ണുനീർ തൂകുന്ന ഒരു യേശുവിനെയാണ് അവിടെ കാണുവാനിടയായത്. പലരും നിന്റെ അവസ്ഥകൾ നോക്കി കമന്റുകൾ പാസ്സാക്കുമ്പോൾ ഞാൻ
നിന്നോട് പറയാം, യേശു നിന്റെ മുമ്പിൽ വന്ന് നിനക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ യേശു വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ ലാസറിന്റെ ഭവനത്തിൽ മരണം മാറിപ്പോവാൻ ഇടയായി. അവൻ കല്ലറയിൽ നിന്നിട്ട് കരയുവാനിടയായി. കരഞ്ഞിട്ട് എന്തോ ചെയ്ത് ദൈവത്തോട് അവന് അധികാരം വെളിപ്പെടുത്തുവാൻ ഇടയായി. ദൈവപുത്രനുള്ള അധികാരം അവൻ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. പിതാവേ, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥന നീ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ലാസറേ വെളിയിൽ വരിക എന്ന് പറയാനിടയായി. അന്നേരം നാറ്റം വെച്ച ലാസർ അല്ല വെളിയിൽ വന്നത്, അവന്റെ ശരീരം അഴുകിയ ലാസർ അല്ല വെളിയിൽ വന്നത്, നല്ലൊരു ശരീരത്തോടുകൂടെ അവൻ വെളിയിൽ വരുവാനിടയായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, തക്ക സമയത്ത് നിറവേറുവാനുള്ള ദൂത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, കുടുംബ ബന്ധത്തെക്കുറിച്ച് ദൈവാത്മാവിനാൽ എന്തെങ്കിലും ഒരു ദൂത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ നിങ്ങൾ വിശ്വസിച്ചാൽ ആ തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിവർത്തീകരിക്കും. ഒരു റോമൻ ഇമ്പീരിയൽ മുദ്രയ്ക്കും അതിനെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഒരു ഹെരോദാവ് രാജാവിനും ആ ജനനത്തെ തടയുവാൻ ഇടയാകത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ നിയോഗമുള്ളവർ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് അവർക്ക് കഷ്ടതകൾ ഉണ്ടായിരുന്നു. അവരെ നശിപ്പിച്ച് കളയാൻ സാത്താന ഇന്നത്തെ പോലെ അന്നും പ്രവർത്തിച്ചിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മോശ ജനിച്ചപ്പോൾ, മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന് കണ്ടപ്പോൾ അവനെതിരെ പിശാച് ജയമെടുക്കുവാനിടയായി. അവന്റെ അമ്മയും അവന്റെ സഹോദരിയും അവനെ കീല് തേച്ച ഒരു ഞാങ്ങണയ്ക്കകത്തുണ്ടാക്കി അവനെ നൈൽ എന്ന നദിയിൽ ഒഴുക്കി വിടുവാനിടയായി. അങ്ങനെയെങ്കിൽ ആ നൈൽ നദിയിൽ ഒഴുക്കി വിട്ടപ്പോഴും ആ നൈൽ നദിയിൽ നിന്ന് അവൻ ഒഴുകിച്ചെന്ന് എവിടാന്ന് അറിയാമോ? അവന് വേണ്ടി എഴുതി വെച്ച, അവനെ കൊല്ലുവാൻ നോക്കിയ ആ ഒരു അവിടെ തന്നെയാണ് ദൈവം ആദരിക്കുവാനിടയായി. നിന്നെ എവിടെ നശിപ്പിക്കാൻ നോക്കിയോ, നിന്നെ ഏത് ദേശത്ത് നശിപ്പിക്കാൻ നോക്കിയോ, അല്ലെങ്കിൽ നിന്നെ ഏത് സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നെ നശിപ്പിക്കാൻ നോക്കിയോ, അവിടെ ഏത് ഭവനത്തിൽ നിന്നെ നശിപ്പിക്കാൻ നോക്കിയോ, അവരുടെ മുമ്പിൽ രാജകീയമായിട്ട് നിന്നെ പുലർത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നീയും ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ആ മോശയുടെ ജനനം, അവനെ ഒഴുക്കി വിട്ട് ആ രാജകുമാരി എടുത്തു നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു നല്ല സുന്ദരനായ ഒരു വ്യക്തിയെ ഒരു കുഞ്ഞിനെ കാണുവാനിടയായി. അപ്പൊ രാജകുമാരിക്ക് അവനോട് അലിവ് തോന്നുവാനിടയായി. ഞാനൊന്ന് പറയട്ടെ, അങ്ങനെ ഒരു അലിവ് തോന്നണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, അതിന്റെ മുമ്പിൽ വേറെ ഒന്നുമല്ല, അത് ദൈവത്തിന്റെ ഒരു ഇടപെടലായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വ്യക്തികൾ നിങ്ങളോട് അസാധാരണമായ ദയ കാണിക്കുവാനിടയാകും, അല്ലെങ്കിൽ മനസ്സലിവ് കാണിക്കുവാനിടയാകും. ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ആനന്ദിക്കുന്ന ഒരു വചനം ഇതാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഭൂമിയിൽ കാണുന്ന സകല കർത്തൃത്വങ്ങൾക്കും സകല അധികാരങ്ങൾക്കും മേലിൽ ഒരു അധികാരമാണ് കർത്താവിന്റെ അധികാരം. ഞാൻ വചനം പറഞ്ഞത് ഇതാണ്, റാമയിൽ ഒരു ശബ്ദം. അങ്ങനെയെങ്കിൽ നിന്നെ കുറിച്ച് ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ പറഞ്ഞ ഒരു സന്ദേശം ഇതാണ്, അതായത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ, പൗലോസിന്റെ മേൽ ഒരു ശൂലം ദൈവം അവന് കൊടുത്തിരുന്നു. ആ ശൂലം ഇതായിരുന്നു, അവനെ കുത്തുവാൻ ഒരു സാത്താന്റെ ദൂതനെ തന്നെയാണ്. ഞാൻ ദൈവത്തോട് ചോദിക്കുവാനിടയായി, കർത്താവേ, നീ ഇത്ര ഒരു അഭിഷേകമുള്ള ഒരു വ്യക്തിയെ ഈ സാത്താന്റെ ദൂതനെ എന്തിനാ നീ അവന് കൊടുത്തത്? അല്ലെങ്കിൽ അന്നേരം ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ വചനം താഴോട്ട് വായിക്കുമ്പോൾ അവന്റെ ആധിക്യം മൂലം, അതായത് അവനിൽ ഏൽപ്പിച്ച വെളിപ്പാടിന്റെ ആധിക്യം മൂലം അവൻ നിഗളിച്ചു പോകാതിരിക്കാൻ ഒരു സാത്താന്റെ ദൂതനെ തന്നെ കൊടുത്തു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, നീ എന്തിനാ സാത്താന്റെ ദൂതനെ കൊടുത്തത്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂതന്മാരെ കൊടുത്താൽ പോരായിരുന്നോ എന്ന്. അന്നേരം ദൈവം പറഞ്ഞു, എടാ, ഞാൻ എല്ലാ കർത്തൃത്വത്തിനും മേളിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിശാചാകട്ടെ, സ്വർലോകങ്ങളാകട്ടെ, ഭൂലോകങ്ങളാകട്ടെ, എല്ലാ നാമത്തിനും മേളിലാണ് എൻ്റെ നാമം. അതുകൊണ്ട് പിശാച് ഞാൻ പറഞ്ഞാൽ അനുസരിച്ചേ പറ്റൂ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ, അവന്റെ സകല സൈന്യത്തെ കാൽവറിയിൽ ആയുധവർഗം വെപ്പിച്ച് അവന്റെ തലയെ തകർത്തു കളഞ്ഞ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് പിശാചിന്റെ ദൂതനെ പോലും ഏൽപ്പിച്ചു കൊടുത്തത്. ഞാനൊന്ന് പറയട്ടെ, ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ആ ഒരു വചനത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. എത്ര വലിയ പിശാച് വന്നാലും, എത്ര വലിയ സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു വന്നാലും, ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അനുവദിച്ചിട്ടല്ലാതെ നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകാൻ ഇടയാകത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറയ്ക്കണം. എന്തിൽ ഉറയ്ക്കണം? ദൈവത്തിൽ ഉറയ്ക്കണം. ഒന്ന് ചിന്തിച്ച്
നോക്കിയേ, ആ പൗലോസിന് കുത്താൻ കൊടുത്തത് ഒരിക്കലും ഒരു ദൈവത്തിന്റെ ദൂതന്മാരല്ലായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് മീകായേല് അങ്ങനെയുള്ള ദൂതന്മാരെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ അവന്റെ ജീവിതത്തിൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തത് ഒരു സാത്താന്റെ ദൂതനെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, സാത്താന്യ കർത്തൃത്വം പോലും എന്റെ ദൈവത്തിന്റെ കാൽ ചുവടിൽ ഒന്നുമല്ലാത്തതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് എത്ര വലിയ തിമിർത്താടിയാലും, നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ശക്തികൾ നിനക്കെതിരെ വന്നാലും ദൈവം അനുവദിച്ചിട്ടാണെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു വചനം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരിക. റാമയിൽ ഒരു ശബ്ദം പൈതലിനെ ചൊല്ലി കരയും. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചായിരുന്നു അവിടെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ജനനത്തിന്റെ 700 വർഷങ്ങൾക്ക് മുമ്പ് യിരെമ്യാ പ്രവാചകൻ, 400 വർഷങ്ങൾക്ക് മുമ്പ് യിരെമ്യാ പ്രവാചകനിൽ കൂടി എഴുതി വെച്ചിരുന്ന ഒരു ചരിത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് 400 വർഷവും കഴിഞ്ഞ് അത് നിവർത്തീകരിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളോട് എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കും. അതായത് 2 പേരുടെ വായ്മൊഴി കൊണ്ട് നമുക്ക് ഏത് കാര്യം ഉറപ്പിക്കാമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ എഴുതി. ഞാൻ പറയട്ടെ, നിങ്ങളോടും എന്നോടും കേട്ട ദൈവശബ്ദം 1-2 വട്ടമാണോ? ഒരിക്കലുമല്ല. 10-15 നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അധൈര്യപ്പെടേണ്ട, ഒരു കാരണവശാലും നിങ്ങൾ കണ്ണുനീരൊഴുക്കണ്ട. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വ്യക്തമായിട്ട് ദൈവം നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിന് നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കുന്ന ആരെന്നറിയാമോ? ഫറവോനാണ് ഹൃദയത്തെ കഠിനമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കാതെ തക്ക സമയത്ത് നിങ്ങളിൽ നിവർത്തീകരിക്കാനുള്ള ദൂത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. സാഹചര്യങ്ങളെ തിരുത്തുന്നത് ദൈവമാണ്. അതിനാണല്ലോ പരിശുദ്ധാത്മാവുള്ളത്, അതിനാണല്ലോ ദൈവശക്തി ഉള്ളത്. നിങ്ങൾ എത്ര വലിയ നിരാശപ്പെട്ട വ്യക്തിയാണെങ്കിലും, നിങ്ങൾ എത്ര യിരെമ്യാവിന്റെ കൂട്ട് തകർന്ന വ്യക്തിയാണെങ്കിലും, ഒരു കളിമണ്ണിനെ എങ്ങനെ തന്റെ കയ്യാൽ അതിനെ രൂപാന്തരപ്പെടുത്തി പുതിയൊരു മാനപാത്രമാക്കി മാറ്റാൻ പറ്റുന്നത് പോലെ നിങ്ങളുടെ ജീവിതം എവിടെങ്കിലും ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതം എവിടെങ്കിലും പിശാച് തകർത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ച് പറയാം, ഇന്ന് പകൽക്കാലം ആ നല്ല കുശവന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് ആലോചന വിളിച്ചു പറയുന്നു. അടക ജനഘടക സംദര ജഗൽഘടക വൈഡ പ്രഭാജല ഘടകസിയാല അർത്തുന വൈഡ രക്ഷസിയ റദൽഖമന ഘടക ജീവൽ ഖമന ഘടകസിയാല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏതൊക്കെയോ ഭവനത്തെ തകർത്ത് കളഞ്ഞ ചില വിഷയങ്ങളുടെ മേൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ് എനിക്ക് തരണം. അങ്ങനെയെങ്കിൽ ഉറപ്പ് എന്താണ്? ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ വിവാഹത്തെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് ഒരു ഉറപ്പ് നിങ്ങൾ പ്രാപിച്ചാൽ, മാനുഷികമായി എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും നിങ്ങൾ ഒരിക്കലും അത് വീണു പോകാൻ ഇടയാകത്തില്ല. അങ്ങനെയെങ്കിൽ എലിസബത്തിനോട് പറഞ്ഞതുപോലെ തക്ക സമയത്ത് നിവർത്തീകരിക്കുവാനുള്ള ദൂത് നിങ്ങൾ വിശ്വസിക്കണം. അതുപോലെ യിരെമ്യാവിന്റെ അടുത്ത് പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് ഈ വചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളതൊന്നും ഒരിക്കലും നിവർത്തീകരിക്കാതെ പോകത്തില്ല. ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, റോമർ 8:10 ഇങ്ങനെ പറയുന്നു, യേശു ദൈവപുത്രനെന്നും യേശു കർത്താവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ വായ് കൊണ്ട് കർത്താവെന്നും ഹൃദയം കൊണ്ട് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുവിന്റെ പൈതലായി മാറുവാൻ ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ നീ ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് വ്യക്തിയാകട്ടെ, നീ ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് ഏക കർത്താവെന്നും യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും എനിക്ക് വേണ്ടി ഒരു നിത്യത ഉണ്ടെന്നും എനിക്ക് വേണ്ടി വാക്തത്വം ഉണ്ടെന്നും, പിശാചിന്റെ കയ്യാൽ അല്ല ഞാൻ യാത്ര ചെയ്യുന്നത്, പിശാചിന്റെ പദ്ധതി അല്ല എന്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കുന്ന എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിച്ചാൽ, ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരെങ്കിലും ഇതുവരെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ, യേശുവിന്റെ വചനം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, കൂടുതൽ ദൈവശബ്ദം കേൾക്കുവാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു.
നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, യേശുവിന്റെ ജനനത്തിന് 400 വർഷങ്ങൾക്ക് മുമ്പ് യിരെമ്യാ പ്രവാചകൻ എഴുതി വെച്ചിരുന്നത് പോലെ കർത്താവേ, ദൈവമേ, റാഹേൽ മക്കളെ ചൊല്ലി കരയും എന്നുള്ള വചനപ്രകാരം കർത്താവേ, യേശു ജനിക്കേണ്ട സ്ഥലത്തു തന്നെ ജനിച്ചെങ്കിൽ കർത്താവേ, 400 വർഷം കർത്താവേ മലാഖി കഴിഞ്ഞിട്ട് 400 വർഷം ദൈവത്തിന്റെ ഒരു ശബ്ദവും കേട്ടില്ലെങ്കിലും കർത്താവേ, ആ കാലഘട്ടം കഴിഞ്ഞു പോയപ്പോൾ എന്റെ യേശു ജനിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിലും പരിശുദ്ധാത്മാവെ, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവശബ്ദത്തിന് മുമ്പിൽ അടിയുറച്ച് ഞങ്ങൾ ഇരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ തകർന്നു പോയ ചില അവസ്ഥകളെ രൂപാന്തരപ്പെടുത്തുന്ന ആ കുശവന്റെ കരം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിത മേഖലകളിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേഖലകളിൽ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, പിശാചിനെ ഞങ്ങൾ ഭയപ്പെടാതെ കർത്താവെ, ആ പൗലോസിന് കർത്താവെ ഒരു സാത്താന്റെ ദൂതനെ തന്നെ കുത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ കർത്താവെ, നീ സകല പിശാചും അവന്റെ സകല കർത്തൃത്വങ്ങളും എന്റെ കർത്താവിന്റെ മുമ്പിൽ ഏറ്റവും ചെറുതാണ്. സകല കർത്തൃത്വത്തിനും മേളിൽ ഒരു കർത്താവാണ് ഞങ്ങളുടെ യേശു ക്രിസ്തു കർത്താവെ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവെ, ഈ വചനം കേട്ടവരെ അടിയൻ പൂർണ്ണ ഹൃദയത്തോടെ തുറന്ന മനസ്സോടുകൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ. ചില നാറ്റം വെച്ച അവസ്ഥകൾ മാറിപ്പോകട്ടെ കർത്താവെ. കർത്താവ് ആ ദൈവമേ ലാസറിന്റെ കല്ലറയിൽ വന്ന് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, ഞങ്ങളുടെ ചില നാറ്റം വെക്കുന്ന അവസ്ഥകൾ കർത്താവെ ഒരു ആനന്ദ അവസ്ഥയായി മാറുവാൻ ദൈവത്തിന്റെ ആ ശക്തി, ആ പുനരുദ്ധാന ശക്തി ഇന്നും വ്യാപരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. ആ ദൈവശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. ഇതിന് അഡ്മിനായിരിക്കുന്ന സകല ദൈവമേ, റോസ്ലിൻ സിസ്റ്ററിനെ സകലരെയും കർത്താവ് അനുഗ്രഹിക്കും. വീണ്ടും ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. തിരുനാമം മാത്രം മഹത്വം എടുത്താട്ട് പിതാവെ, അടിയന്റെ പ്രാർത്ഥന കേൾക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇത്രത്തോളം എന്നെ ലൈവിൽ ശ്രദ്ധിച്ച എല്ലാവർക്കും എന്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. താങ്ക് യു.